ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 12-ാം തീയതി 317-ാമത്തെ ദിവസത്തിലെത്തി. ബാഹ്യമോടികളിൽ ഭ്രമിച്ചു പോകുകയും അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന നിലപാടുകളിലെ അബദ്ധധാരണകളാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്ന ആ അഴലില്ലായ്മയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പുലരികളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു വന്നത്. ക്രിസ്തുവേശുവിനുണ്ടായിരുന്ന ആ കാഴ്ചയുടെ വ്യക്തതയെ, ആ ഉൾക്കാഴ്ചയൊന്ന് വീണ്ടെടുക്കുവാനായിട്ട് നമുക്കും ശ്രമിക്കണമെന്നും ഒരു ഓർമ്മപ്പെടുത്തൽ മറന്നിട്ടില്ലല്ലോ. വ്യക്തികളെയും ബന്ധങ്ങളെയും അവരുടെ യഥാർത്ഥ വിലയെറിഞ്ഞ് സ്വീകരിക്കുക എന്നത് ഈ കാലത്തൊരു വലിയ കൃപ തന്നെയാണ്. മതാത്മകതയുടെ പുറം പകിട്ടുമായി ശിരസ്സുയർത്തി ദേവാലയത്തിൽ നിൽക്കുന്നൊരു പരീശൻ അകലെയായി മുട്ടുകുത്തി കണ്ണീർ വാർത്ത് തൻ്റെ പാപങ്ങൾ വെളിപ്പെടുത്തുമാറെന്ന വണ്ണം കാറ്റിൽ ഉലഞ്ഞൊരു ചില്ല പോലെ ഒരു ചുങ്കക്കാരനാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിനകത്ത് അപ്രകാരം ഒരു കഥ ക്രിസ്തുയേശു പറയുന്നില്ലേ? തങ്ങൾ തന്നെ നീതിമാന്മാരാണെന്നുള്ള സ്വയം ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോടായിട്ട് യേശു പറഞ്ഞ ഒരു ഉപമയാണ്. അങ്ങനെ തന്നെയാണ് ലൂക്കോസ് സുവിശേഷകൻ ആ ഉപമയ്ക്ക് കൊടുക്കുന്ന ആമുഖം. ഒറ്റ നോട്ടത്തിൽ പാപിയും പുണ്യവാനും ആരാണെന്ന് ആർക്കും വെളിപ്പെട്ട് കിട്ടും. എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ ആഴപ്പെടുന്ന നോട്ടം അപ്പുറമേ ആയിരുന്നില്ല, അവരുടെ ഹൃദയഭാവങ്ങളിലേക്ക് ചുഴിഞ്ഞിറങ്ങി. ചുങ്കക്കാരനിലുള്ള ദൈവിക അംശം കണ്ടെടുത്തു. ചുങ്കക്കാരും പാപികളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് മത നേതാക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ യേശു അതിന് ധൈര്യം കാണിച്ചപ്പോൾ മനുഷ്യരെ അളക്കുവാൻ ക്രിസ്തുയേശു ഉപയോഗിച്ച അളവുകോലുകൾക്ക് ആന്തരികതയുടെ ചില തനിമയുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആന്തരികതയുടെ വെളിച്ചങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മൾക്കിടയിൽ. നിലയും വിലയും സൗന്ദര്യവുമൊക്കെ നോക്കി മനുഷ്യരെ അളക്കുന്നൊരു കാലത്ത് മനുഷ്യനും മൂല്യങ്ങൾക്കും എന്തായിരിക്കും വില കിട്ടുക? ശാരീരിക സൗന്ദര്യമുള്ളവരോട് മാത്രം അടുപ്പം കാണിക്കാനുള്ള പ്രേരണ നാം വിടുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു വചനം എരിയണം. യേശയ്യാ പ്രവാചകന്റേതാണ്. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. യേശുവിനെ കുറിച്ചാണ്. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കുരിശിൽ കിടക്കുമ്പോൾ ആ യേശുരൂപം എത്ര ദയനീയമാണല്ലേ? പക്ഷെ ആ ബലിയുടെ സ്നേഹ താളമോർക്കുമ്പോൾ കുരിശിലെ യേശുവിൻ്റെ രൂപം ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ കാഴ്ചയായി മാറുന്നില്ലേ? ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും ബാഹ്യമായ പ്രകടനങ്ങൾക്കപ്പുറത്ത് ആഴമുള്ള അടുപ്പങ്ങളെ വിവേചിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഹിതമായതും മധുരം കലർന്നതും പറയുന്നവരുമായി മാത്രം സൗഹൃദങ്ങളും അപകടങ്ങളും നിലനിർത്തിപ്പോകുന്നതിനകത്ത് വലിയ അപകടമുണ്ടെന്നുകൂടി ഒന്ന് തിരിച്ചറിയാനായിട്ട് ഈ നല്ല പുലരി നമുക്ക് വിനയത്തോടെ പ്രയോജനപ്പെടുത്താം. ആമേൻ.